ത്രിയേകദൈവത്തിൻ്റെ ധന്യനാഥന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ ഏവരുമേ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ വലിയ നോമ്പിലെ 4-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചകൾ നമ്മൾ ഈ വിശുദ്ധ നോമ്പ് എങ്ങനെ ആചരിച്ചു, അതിനെ ഒന്ന് വിശകലനം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ നോമ്പ് എങ്ങനെ ആചരിച്ചു, അത് നമുക്ക് സ്വയം പര്യാപ്തമായി തീരുന്നുവോ എന്ന് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു, എക്സാമിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൈവത്തിന് ഹിതകരമായി, ദൈവത്തിന് പ്രതികരമായി ഈ നോമ്പ് തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകട്ടെ എന്ന് മുന്നമേ തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 4-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയായതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 15 വേഴ്സസ് 21 to 31. ഈ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമ്മൾ പല ആവർത്തി ഇത് വായിച്ച് ധ്യാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, കനാന്യ സ്ത്രീയെ, ആ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്ന അത്ഭുത പ്രവൃത്തിയെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ആഴ്ചയിൽ വായിക്കുന്നത്. പരിശുദ്ധ വേദഭാഗത്തിലൂടെ നമ്മൾ ആ താളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അതിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത്, ഈ സ്ത്രീ കുറേ ദൂരത്തു നിന്ന് തന്നെ യേശുവിനെ അനുഗമിച്ചുകൊണ്ട്, യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവിനോട് അപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ മറ്റുള്ളവർ യേശുവിനെ, ഈ സ്ത്രീയെ പറഞ്ഞു വിടാൻ തക്കവണ്ണം എല്ലാവരും അപേക്ഷിച്ചപ്പോൾ യേശു അത് കണക്കാക്കിയില്ല. യേശുവിൻ്റെ പുറകിൽ തന്നെ ആ സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അതിന് യാതൊരു വാക്കും മിണ്ടാതെ തന്നെ അവിടുന്ന് പോവുകയായിരുന്നു. എന്നാൽ ആ സ്ത്രീ സ്വന്തം ആവശ്യം നിറവേറ്റുവാൻ തക്കവണ്ണം, സ്വന്തം വീട്ടിലെ ഒരു പ്രതിസന്ധിയെ നികത്തുവാൻ തക്കവണ്ണം, ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ആ സ്ത്രീ അവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവേ, ദാവീദുപുത്ര, എന്നെ രക്ഷിക്കണമേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകിന് നടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ വേദഭാഗത്തിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനാം പറയുന്നു ഒരു മനുഷ്യൻ എങ്ങനെ അശുദ്ധമാക്കപ്പെടുന്നു എന്നുള്ളത്. ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തിലേക്ക് എന്തൊക്കെ നിക്ഷേപിക്കുന്നുവോ അതിലല്ല കാര്യമിരിക്കുന്നത്. അതുകൊണ്ടല്ല ഒരു മനുഷ്യൻ അശുദ്ധമാക്കപ്പെടുന്നത്. എന്നാൽ സ്വന്തം ഹൃദയത്തിൽ നിന്ന് എന്താണ് പുറപ്പെടുവിക്കുന്നത്, അതിലൂടെയാണ് ആ മനുഷ്യൻ വിശുദ്ധനായോ അല്ലെങ്കിൽ അശുദ്ധനായോ മാറ്റപ്പെടുന്നത് എന്ന് യേശുദാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിജാതിയെന്നോ സ്വജാതിയെന്നോ എന്ന മുഖപക്ഷമില്ലാതെ അവിടെ ദൈവം തമ്പുരാൻ എല്ലാവരെയും രക്ഷിക്കുവാൻ തക്കവണ്ണം അവിടെ ഒരു രക്ഷണ പ്രവൃത്തി പദ്ധതി ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ കനാന്യ സ്ത്രീ, നമുക്കെല്ലാവർക്കും അറിയാം, 2 ലിമിറ്റേഷൻസ് ഈ വ്യക്തിത്വത്തിന് ഇവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു കനാന്യ ജാതിയിൽപ്പെട്ടതായിരുന്നു, വിജാതീയ ജാതിയിൽപ്പെട്ടതായിരുന്നു. യഹൂദ പാരമ്പര്യത്തിൽ വിജാതിയർക്ക് അവിടെ സ്ഥാനമാനങ്ങളൊന്നുമില്ല. നമ്മൾ ഏത് സ്ഥാനമാനത്തിലാണോ ആ സ്ഥാനമാനത്തിൽ ഉപരിയായിട്ട് ഇവിടെ യേശുദാൻ പറയുന്നു, നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്ന് നന്മകൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം യേശുദാൻ പറയുന്നു. അപ്പോൾ അവിടുത്തെ പാരമ്പര്യം അനുസരിച്ച്, യഹൂദ പാരമ്പര്യം, അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് അവിടെ ഈ വ്യക്തിത്വം കനാന്യ വിജാതീയ വർഗത്തിൽപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ ഈ വ്യക്തിത്വം അനുഭവിച്ചത്. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഒരു കുറവ് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത്, ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും കൂടായിരുന്നു. അന്ന് യഹൂദ പാരമ്പര്യത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ പോലും സ്ത്രീകൾക്ക്
അവരുടെ വാക്കിന് വിലയോ, അല്ലെങ്കിൽ അവർക്ക് സുനഗോഗിൽ ഇരിപ്പിടമോ, അല്ലെങ്കിൽ അവിടെ സംസാരിക്കുവാനോ അഭിപ്രായം പറയുവാനോ അവിടെ യാതൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. എന്നാൽ അവിടെയാണ് ഈ വ്യക്തിത്വം ഒരു സ്ത്രീയായിട്ടും ഒരു വിജാതീയ സ്ത്രീയായിട്ടും അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു കുറവ് ഈ വ്യക്തിത്വത്തിന് അനുഭവിക്കേണ്ടി വന്നു. ഇതെല്ലാം താണ്ടിയിട്ടാണ്, ഇതെല്ലാം മറികടന്നിട്ടാണ്, അതെല്ലാം മറ്റുള്ളവരുടെ കണ്ണുകൾ, നിരീക്ഷണങ്ങൾ അതിനെ തരണം ചെയ്തുകൊണ്ടാണ്, മറികടന്നുകൊണ്ടാണ് ഈ കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് എന്ന് നാം ഓർക്കണം. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല പ്രയാസങ്ങളും പ്രതിസന്ധികളും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ അതിനെയൊക്കെ നമ്മൾ ഒന്ന് സൈഡിലാക്കി we should be able to put forward our requests. We should be able to put forward our needs before God Almighty without considering others' accusations or any other tribulations. ഇവിടെ ഈ സ്ത്രീക്ക് വന്ന വിജയം തന്നെ എങ്ങനെയാണ്? ഈ സ്ത്രീ കാണിച്ച ആ മനോധൈര്യം, അതാണ് ഇവിടെ നമ്മളെ എടുത്തു കാട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആദ്യത്തെ സവിശേഷത, രണ്ട് സവിശേഷതകളാണ് ഈ കനാന്യ സ്ത്രീ കാണിച്ചത്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് പരിഹാസവാക്കുകളെ നിർമ്മല ബോധത്തോടുകൂടെ സ്വീകരിച്ച സ്ത്രീ. പരിഹാസവാക്കുകളെ നിർമ്മല ബോധത്തോടെ സ്വീകരിച്ച സ്ത്രീ. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവിടെ യേശു തമ്പുരാൻ പറയുന്ന ഓരോ വാക്കുകൾക്കും അവിടെ പരിഹാസമായിട്ട് അവിടെ കണക്കാക്കാൻ പറ്റും. പക്ഷെ അത് യഥാർത്ഥത്തിൽ പരിഹാസമല്ല. അവിടെ യേശു കാര്യം അവതരിപ്പിക്കുകയാണ്, എന്താണ് കാര്യമെന്നുള്ളത്. അവിടെ ഈ സ്ത്രീ, അവിടെ നമ്മൾ ആലോചിക്കണം, അവിടെ യേശു തമ്പുരാൻ നായ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഗ്രീക്ക് മൂലഭാഷയിൽ നമ്മളത് വായിക്കുമ്പോൾ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, അതിന് സമമായി ഉപയോഗിച്ചിരിക്കുന്നത് കുനേരിയോൻ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വീട്ടിലെ വളർത്തു നായ എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് പറ്റും, അതിന് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. നമ്മളത് മനസ്സിലാക്കണം. യേശു അവിടെ പരിഹാസവാക്കുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വീട്ടിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, വീട്ടുകാരാദ്യം ഉടമസ്ഥന്മാരാദ്യം കഴിക്കും, ഭക്ഷണം കഴിക്കും, എന്നിട്ട് അധികം വരുന്നത്, ബാക്കി വരുന്നതാണ് അവിടുത്തെ വളർത്തുനായകൾക്ക് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളർത്തുനായ അവിടെ പരിപാലിക്കപ്പെടുന്നു, വളർത്തുനായയ്ക്കും അവിടെ ഒരു പരിപോഷണം ലഭിക്കുന്നു. അതുകൊണ്ട് ഈ സ്ത്രീക്കും അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, നമ്മൾ വലിയ നോമ്പിലൂടെ കടന്നു പോവുകയാണല്ലോ. വലിയ നോമ്പിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്ന ഉപവാസം, കരച്ചിൽ അല്ലെങ്കിൽ കണ്ണുനീരോടുള്ള പ്രാർത്ഥന, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ കുമ്പിടുക എന്നുള്ളതാണ്. ഇവിടെ ഈ സ്ത്രീയും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ വലിയ നോമ്പിൽ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നോമ്പനുഷ്ഠാനങ്ങളുടെ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ സ്ത്രീയും ഇവിടെ അനുഷ്ഠിക്കുന്നുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കുറേ ദൂരത്തു നിന്ന് വന്ന ഈ സ്ത്രീ യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ സ്വന്തം മകൾ ഒരു രോഗശൈലിയിൽ കിടക്കുമ്പോൾ ആ അമ്മ എത്രത്തോളം കഴിച്ചു കാണും, അത് ഉപവാസം അല്ലെങ്കിൽ നോമ്പനുഷ്ഠാനത്തിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ആ മകൾക്ക് വേണ്ടി എത്രത്തോളം ആ അമ്മ കണ്ണുനീരൊഴുക്കി കാണാം. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോഴും, യേശുവേ ദാവീദുപുത്ര, എന്നോട് കനിവ് തോന്നണമേ, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് കണ്ണുനീരോടുകൂടെ ആർത്തു വിളിക്കുമ്പോൾ ആ കണ്ണുനീർ തുള്ളികൾ ദൈവത്തിന് മുമ്പാകെ ഒരു നോമ്പായി തീരുകയാണ്. അതേപോലെ തന്നെ അവിടെ ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്, അവിടെ പറയപ്പെടുന്നുണ്ട്. ഈ സ്ത്രീ യേശുവിനെ അവിടെ കുമ്പിടുന്നു, ആരാധിക്കുന്നു എന്നുള്ളത്. ആ ഒരു നോമ്പിൽ തന്നെ നമ്മൾ കുമ്പിട്ട് ആരാധിക്കുക, ആ കാര്യങ്ങൾ തന്നെ, ആ ചര്യകൾ തന്നെ ഈ സ്ത്രീയും ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കുമ്പിട്ട് ആരാധിച്ചപ്പോൾ
കണ്ണുനീരൊഴുക്കി ഉപവസിച്ചപ്പോൾ ഈ സ്ത്രീക്ക്, കനാന്യ സ്ത്രീക്ക് അവിടെ ഒരു മോചനം ലഭിച്ചു. ആ കനാന്യ സ്ത്രീയുടെ മകൾ രോഗശയ്യയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് സൗഖ്യപ്രദമായ ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരുകയാണ് ചെയ്തത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത് എന്ന് യേശുവരാനോട് പറഞ്ഞപ്പോൾ അവിടെ മറ്റുള്ളവരുടെ മുമ്പാകെ ആ സ്ത്രീയെ അംഗീകരിക്കുന്ന ഒരു അനുഭവമാണ്, ആ സ്ത്രീയുടെ വിശ്വാസത്തെ എടുത്തു കാട്ടുന്ന അനുഭവമാണ് അവിടെ യേശുവരാൻ കാണിച്ചു തന്നത്. സ്ത്രീ ശാക്തീകരണം, ആ വൃന്ദങ്ങൾ അത് ഇപ്രകാരം ഈ വേദഭാഗം തന്നെ എടുത്തു കാട്ടും. യാതൊരു സംശയമില്ല. അവിടെ ഒരു വോയിസ് ഇല്ലാത്തവരുടെ വോയിസായി തീരുകയാണ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുകയാണ് ഈ കനാന്യ സ്ത്രീ. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുവാൻ തക്കണം, വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ആയി തീരുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മളെ ക്രിസ്ത്യാനികളായിട്ട് ഈ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കനാന്യ സ്ത്രീയെ പോലെ തന്നെ രണ്ട് സവിശേഷതകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഈ കനാന്യ സ്ത്രീ ആദ്യമായിട്ട് പരിഹാസവാക്കുകളെ നിർമ്മല ബോധത്തോടെ സ്വീകരിച്ച വ്യക്തിത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം, ഒരു ഉപവാസത്തിൻ്റെ, ഒരു നോമ്പനുഷ്ഠാനത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് സ്ത്രീ കടന്നുപോയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അനുതാപത്തിൻ്റെയും ഹൃദയ നുറുക്കലിൻ്റെയും ആ ഒരവസ്ഥയിൽ ദൈവം കനിവ് തോന്നി, വിശ്വാസം കണ്ടു, അവിടെ ദൈവം പ്രവർത്തിച്ചു. അങ്ങനെ നമ്മുടെയും വിശ്വാസം കണ്ട് ദൈവം പ്രവർത്തിക്കുമാറാകട്ടെ. ഈ വലിയ നോമ്പ് അതിനായിട്ട് തീരട്ടെ, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുമാറാകട്ടെ. ദൈവതമ്പുരാൻ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു. ദൈവതമ്പുരാൻ നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.